2001 മാർച്ച് 1 ഉദയ്പൂർ ജഗ് മന്ദിർ, ജ്ഞാനദളം 295. ഭയത്തിന്റെ മറുവശം. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭയത്തിന്റെ ചെറിയൊരംശം പ്രകൃതി തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഭയം ഒരു ജീവനെ സ്വയം രക്ഷിക്കാനും സംരക്ഷിക്കാനും സഹായിക്കുന്നു. ആഹാരത്തിൽ ഉപ്പ് പോലെ ആളുകൾ ധാർമ്മികത നിലനിർത്തണമെങ്കിൽ അല്പം ഭയം ആവശ്യമാണ്. ആരെയെങ്കിലും മുറിവേൽപ്പിക്കുമോ എന്ന ഭയം നിങ്ങളെ കൂടുതൽ അവബോധമുള്ളവരാക്കുന്നു. തോൽവിയെക്കുറിച്ചുള്ള ഭയം നിങ്ങളെ കൂടുതൽ തീക്ഷ്ണതയും ചലനാത്മകതയും ഉള്ളവരാക്കുന്നു. ഭയം നിങ്ങളെ അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. ഭയം നിങ്ങളെ സംവേദനക്ഷമതയില്ലായ്മയിൽ നിന്ന് സംവേദനക്ഷമതയിലേക്ക് എത്തിക്കുന്നു. ഭയം നിങ്ങളെ മന്ദതയിൽ നിന്ന് ജാഗരൂകതയിലേക്ക് എത്തിക്കുന്നു. ഭയത്തിന്റെ പൂർണ്ണമായ അഭാവം നശീകരണ പ്രവണതയിലേക്ക് നയിച്ചേക്കാം. വികലമായ അഹംഭാവത്തിന് ഭയം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. വികസിച്ച ചേതനയുടെ സ്ഥിതിയും അതുതന്നെ. ഭയമില്ലാത്ത ഈ രണ്ടവസ്ഥകൾ തമ്മിൽ സ്വർഗവും ഭൂമിയും പോലെയുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾ പ്രേമത്തിലും സമർപ്പണത്തിലുമാകുമ്പോൾ ഭയമുണ്ടാവുകയില്ല. അഹംഭാവം ഭയത്തെ നിസ്സാരമാക്കി നശിപ്പിക്കുന്ന രീതിയിൽ മുമ്പോട്ടു പോകുമ്പോൾ ജ്ഞാനി ഭയത്തെ അംഗീകരിച്ച് ദൈവീകതയിൽ അഭയം തേടുന്നു. ഭയം നിങ്ങളെ ധാർമ്മികതയുള്ളവരാക്കുന്നു. ഭയം നിങ്ങളെ സമർപ്പണത്തിന്റെ അടുത്തേക്ക് എത്തിക്കും. ഭയം നിങ്ങളെ നാശോന്മുഖരാക്കാതിരിക്കും. ഭയം കാരണം ഈ ഭൂമിയിൽ സമാധാനവും ക്രമനിബദ്ധതയും നിലനിർത്തപ്പെടുന്നു. നവജാത ശിശുവിന് ഭയം എന്താണ് എന്ന് അറിഞ്ഞുകൂടാ. അത് പൂർണ്ണമായും അമ്മയെ ആശ്രയിക്കുന്നു. കുഞ്ഞ് സ്വതന്ത്രനാകാൻ തുടങ്ങുമ്പോൾ അത് മനുഷ്യക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ പക്ഷിക്കുഞ്ഞോ ആയിക്കൊള്ളട്ടെ, ഭയം അനുഭവിക്കുകയും അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളെ ഉറവിടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഭയത്തിന്റെ ഉദ്ദേശം. ജയ് ഗുരുദേവ്.